എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നതാര്? കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്ന് അറിയപ്പെടുന്നതാര്? ആൻസർ മുഹമ്മദ് അബ്ദുറഹ്മാൻ. മുഹമ്മദ് അബ്ദുറഹ്മാനെയാണ് കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെട്ടിരുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ കൂട്ടുകക്ഷി മന്ത്രിസഭ നയിച്ചത്? കേരളത്തിലെ ആദ്യത്തെ കൂട്ടുകക്ഷി മന്ത്രിസഭ നയിച്ചത്? ആൻസർ പട്ടം എ താണുപിള്ള. പട്ടം എ താണുപിള്ളയാണ് കേരളത്തിലെ ആദ്യത്തെ കൂട്ടുകക്ഷി മന്ത്രിസഭ നയിച്ചത്. അടുത്ത ചോദ്യം, പുല്ലാട്ട് ലഹളയ്ക്ക് നേതൃത്വം നൽകിയതാര്? പുല്ലാട്ട് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് ആര്? ആൻസർ അയ്യങ്കാളി. അയ്യങ്കാളിയാണ് പുല്ലാട്ട് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. അടുത്ത ചോദ്യം, സ്വദേശാഭിമാനി കേസരി അവാർഡ് നൽകുന്നത് ഏത് മേഖലയിലെ മികവിനാണ്? സ്വദേശാഭിമാനി കേസരി അവാർഡ് നൽകുന്നത് ഏത് മേഖലയിലെ മികവിനാണ്? ആൻസർ പത്രപ്രവർത്തനം. അടുത്ത ചോദ്യം, ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച തിരുവിതാംകൂറിലെ സംഭവ വികാസം? ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച തിരുവിതാംകൂറിലെ സംഭവ വികാസം? ആൻസർ ക്ഷേത്രപ്രവേശന വിളംബരം. അടുത്ത ചോദ്യം, സ്വാമി വിവേകാനന്ദൻ്റെ 1892 കേരള സന്ദർശനത്തിന് വഴിയൊരുക്കിയത് ആരായിരുന്നു? സ്വാമി വിവേകാനന്ദൻ്റെ 1892 കേരള സന്ദർശനത്തിന് വഴിയൊരുക്കിയത് ആരായിരുന്നു? ആൻസർ ഡോക്ടർ പൽപു. അടുത്ത ചോദ്യം, കേന്ദ്ര മന്ത്രിസഭയിലെ ആദ്യ മലയാളി? കേന്ദ്ര മന്ത്രിസഭയിലെ ആദ്യ മലയാളി ഡോക്ടർ ജോൺ മത്തായി. ജോൺ മത്തായിയാണ് കേന്ദ്ര മന്ത്രിസഭയിലെ ആദ്യ മലയാളി. അടുത്ത ചോദ്യം, രാജ്യസഭയുടെ അധ്യക്ഷനായ ഏക മലയാളി? രാജ്യസഭയുടെ അധ്യക്ഷനായ ഏക മലയാളി? ആൻസർ കെ ആർ നാരായണൻ. കെ ആർ നാരായണനാണ് രാജ്യസഭയുടെ അധ്യക്ഷനായ ഏക മലയാളി. അടുത്ത ചോദ്യം, ചുവപ്പ് ലിറ്റ്മസിനെ നീല നിറമാക്കുന്ന പദാർത്ഥം? ചുവപ്പ് ലിറ്റ്മസിനെ നീല നിറമാക്കുന്ന പദാർത്ഥം? ആൻസർ ബേസ്. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമം പാസാക്കിയ വർഷം? വിവരാവകാശ നിയമം പാസാക്കിയ വർഷം 2005. അടുത്ത ചോദ്യം, ഏതു ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് GST നിലവിൽ വന്നത്? ഏതു ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് GST നിലവിൽ വന്നത്? ആൻസർ 101 ഭേദഗതി. അടുത്ത ചോദ്യം, നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നാണ്? നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നാണ്? ആൻസർ അയർലൻഡ്. അടുത്ത ചോദ്യം, ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം എന്തിന് തുല്യമായിരിക്കും? ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം എന്തിന് തുല്യമായിരിക്കും? ആൻസർ ആറ്റോമിക നമ്പർ. അടുത്ത ചോദ്യം, ഓസോൺ പാളിയുടെ വിള്ളലിന് കാരണമാകുന്ന വാതകം? ഓസോൺ പാളിയുടെ വിള്ളലിന് കാരണമാകുന്ന വാതകം? ആൻസർ ക്ലോറോ ഫ്ലോറോ കാർബൺ. അടുത്ത ചോദ്യം, മെർക്കുറിയുടെ ദ്രവണാങ്കം? മെർക്കുറിയുടെ ദ്രവണാങ്കം -39°C. അടുത്ത ചോദ്യം, സമുദ്രജലം നീലനിറമായി തോന്നുന്നതിന് കാരണമായ പ്രതിഭാസം? സമുദ്രജലം നീലനിറമായി തോന്നുന്നതിന് കാരണമായ പ്രതിഭാസം? ആൻസർ വിസരണം. അടുത്ത ചോദ്യം, ഡിസ്ചാർജ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം? ഡിസ്ചാർജ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം? ആൻസർ നിയോൺ. നിയോൺ ആണ് ഡിസ്ചാർജ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം. അടുത്ത ചോദ്യം, കരിമ്പുഴ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? കരിമ്പുഴ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? ആൻസർ മലപ്പുറം. മലപ്പുറം ജില്ലയിലാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സിനിമാ പ്രദർശനം നടന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ സിനിമാ പ്രദർശനം നടന്നത് എവിടെയാണ്? ആൻസർ കോഴിക്കോട്. അടുത്ത ചോദ്യം, മലങ്കര ജലസേചന പദ്ധതി ഏത് ജില്ലയിലാണ്? മലങ്കര ജലസേചന പദ്ധതി ഏത് ജില്ലയിലാണ്? ആൻസർ ഇടുക്കി. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശരത്കാല ഉത്സവം ഏത്? കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശരത്കാല ഉത്സവം ഏത്? ആൻസർ ഓണം. അടുത്ത ചോദ്യം, ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സമരം ഏത്? ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സമരം ഏത്? ആൻസർ അഹമ്മദാബാദ് തുണിമിൽ സമരം. അഹമ്മദാബാദ് തുണിമിൽ സമരമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സമരം. അടുത്ത ചോദ്യം, ഏറ്റവുമധികം വന്യജീവികൾ ഉള്ള ഭൂഖണ്ഡം ഏത്?
ഏറ്റവും അധികം വന്യജീവികളുള്ള ഭൂഖണ്ഡം ഏത്? ആൻസർ ആഫ്രിക്ക. അടുത്ത ചോദ്യം, സിംല കരാറിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? സിംല കരാറിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ആൻസർ ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയാണ് സിംല കരാറിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി. അടുത്ത ചോദ്യം, കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ഏത്? കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ഏത്? പിത്തരസം. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്.